ഗൈസ്, സ്കോട്ട്ലൻഡ് ട്രിപ്പിലെ അവസാനത്തെയും എന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ആയ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എഡിൻബർഗ് സിറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സത്യത്തിൽ എഡിൻബർഗ് സിറ്റിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് അങ്ങനെയല്ല, എഡിൻബ്രുവ എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, പ്രൊനൗൺസിയേഷൻ മാത്രമല്ല, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമേ അല്ല ഈ സിറ്റി എന്ന്. വളരെ മനോഹരമായൊരു മിസ്റ്റീരിയസ് സിറ്റി. ഞങ്ങൾ സിറ്റിയിലേക്ക് കാർ എടുത്തില്ല കേട്ടോ. നല്ല തിരക്കും പാർക്കിങ്ങിന് വേണ്ടി ഓടി നടക്കുന്നതൊക്കെ ഓർത്തപ്പം ബസ് ടിക്കറ്റ് എടുത്ത് സിറ്റി കാണാൻ ഞങ്ങൾ ഇറങ്ങി. സിറ്റിക്കുള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു മ്യൂസിക് കേൾക്കാമായിരുന്നു. ഇവിടുത്തെ ട്രഡീഷണൽ മ്യൂസിക്കോ മറ്റോ ആണ്. അതും കേട്ട് ഞങ്ങൾ നേരെ പോയത് സ്കോട്ട് മൊണ്യൂമെൻറ്റിലേക്കാണ്. പോയ വഴിയിൽ ഏതോ ഒരു കലാകാരൻ ഇരുന്ന് സാൻഡ് വെച്ച് പട്ടിക്കുട്ടികളെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ശരിക്കും അവിടെ നിന്നുപോയി. എന്തൊരു പെർഫെക്ഷനോടെയാണ് അയാൾ അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്കോട്ട് മൊണ്യൂമെൻറ്റിലെത്തി. ഈ സ്മാരകം എഴുത്തുകാരനെ അനുസ്മരിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ എഴുത്തുകാരനെ അനുസ്മരിച്ച് നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്മാരകങ്ങളിൽ ഒന്നാണിത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ സ്കോട്ടിഷ് എഴുത്തുകാരനായ സർ വാൾട്ടർ സ്കോട്ടിനെ സമർപ്പിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് നടുവിൽ വാൾട്ടർ സ്കോട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ നായയുടെയും വലിയ പ്രതിമ ഇരിപ്പുണ്ട്. അതും കഴിഞ്ഞ് കുറച്ച് നടന്നപ്പം വേറൊരു കലാകാരൻ്റെ എന്തോ ഒന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അത് നോക്കി അങ്ങനെ തന്നെ നിന്നു. എഡിൻബറോ ഫ്രഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ടൈം ആയതിനാൽ തന്നെ വഴി നീളെ ഓരോ കലാസൃഷ്ടികൾ കാണാൻ സാധിക്കുമായിരുന്നു. എഡിൻബറോ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പുറത്ത് കലാകാരന്മാർ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഫ്രിഞ്ച് എന്ന് വിളിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് സ്കോട്ടിഷ് നാഷണൽ ഗ്യാലറിയിലേക്കാണ്. സത്യത്തിൽ മ്യൂസിയമോ ഗാലറികളോ തീരെ കാണാൻ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. സോ അരുൺ കയറിയതേ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി വരാം എന്നും പറഞ്ഞ് കയറിയതാണ്. ബട്ട് അതിനുള്ളിൽ കയറിയാൽ പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല. ഇത്രയും നല്ലൊരു ആർട്ട് ഗാലറി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഷേക്സ്പിയർ തൊട്ട് പല പ്രഗത്ഭരായ ആളുകളുടെ സ്റ്റോറീനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ആർട്ട്. 1300 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിലെ ആർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വേറൊരു പ്രത്യേകത എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, ബൈബിളിൽ വായിച്ച പല സ്റ്റോറികളുടെയും ആർട്ട് ആ ഗാലറിയിലുണ്ടായിരുന്നു. ബട്ട് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത പിക്ചേഴ്സ്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൗറെ മ്യൂസിയത്തിൽ പോയതാണ്. അവിടെ ഞാൻ കണ്ടിരുന്നില്ല ഇങ്ങനെയുള്ള സ്പെഷ്യൽ പിക്ചേഴ്സ്. എനിവേ ഇത് ശരിക്കും വർത്താണ്. ഇങ്ങനെയുള്ള ആർട്ട് ഗാലറിയിൽ സാധാരണ എൻട്രി ഫീസ് വെക്കാറുള്ളതാണ്. ഇവിടെ പക്ഷെ അതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതും കണ്ടിറങ്ങി. സാധാരണ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ മഴ കാണാറുള്ളതാണ്. ബട്ട് എന്തോ ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. നല്ലൊരു സണ്ണി ഡേ ആയതിനാൽ തന്നെ നടന്നു കാണാനും കുഴപ്പമില്ലായിരുന്നു. സ്കോട്ട്ലൻഡിൻ്റെയും അത് സിറ്റിയുടെയും ഭംഗി എന്നത് ഇതിലെ ബിൽഡിങ്സ് ആണ്. മറ്റെവിടെയും കാണാത്ത രീതിയിൽ ഗോത്തിക് ശൈലിയിൽ പണിത കെട്ടിടങ്ങൾ. എല്ലാത്തിനും തന്നെ ഒരു ഇരുണ്ട നിറമാണ്. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റും. ശരിക്കും ഈ സിറ്റി ഇരിക്കുന്നതും ഒരു കുന്നിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകും തോറും ഈ സിറ്റിയുടെ വ്യൂ കൂടി വരും. നമ്മൾ മുൻപേ കണ്ട സ്കോട്ട് മൊണ്യൂമെൻറ്റും ആർട്ട് ഗാലറിയുമൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നടന്ന് കയറി ചെന്ന് ഞങ്ങൾ എത്തിയത് വളരെ തിരക്കേറിയ ഒരു സ്ഥലത്തേക്കാണ്. വേറെ എവിടെയുമല്ല, എഡിൻബറോ കാസൽ. 1000 വർഷത്തിലേറെ പഴക്കമുള്ള എഡിൻബറോ കോട്ട കാണാൻ. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ കോട്ടയിൽ സ്കോട്ടിഷ് ക്രൗണും സ്റ്റോൺ ഓഫ് ഡെസ്റ്റിനിയും നാഷണൽ വാർ മ്യൂസിയവും സെൻറ്റ് മാർഗ്രറ്റ് ചാപ്പലും ഗ്രേറ്റ് ഹാളും ഒക്കെയുണ്ട്. ഈ പറഞ്ഞതൊക്കെ കാണണമെന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനുള്ളിൽ കയറി ഇറങ്ങി കാണാനുള്ള ടൈം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എടുത്ത ഏറ്റവും മണ്ടത്തരം ഈ സിറ്റി കാണാൻ ഒരു ദിവസം മാത്രം എടുത്തതാണ്. കാരണം എഡിൻബറോ സിറ്റി കാണാൻ കുറഞ്ഞത് 3 ദിവസം തന്നെ വേണം. സോ ഞങ്ങൾ കാസിൽ കാണാതെ പുറത്തിറങ്ങി പുറം മാത്രം കണ്ടിട്ടിങ്ങ് പോന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഗ്രാസ് മാർക്കറ്റിലേക്കാണ്. Ladies and gentlemen, everyone keeps looking at the ends of the rope. If you look at the ends of the rope,
you missed the middle coming off, which is really weird. I know it's magic, kid. I can do with 3 of these chairs. Check it out. The best trick. I am going to swallow. I love the way you're looking at that as if I could do it, sir. I can't. I'm not a snake. I'm going to attempt. Sir, can you stop following that woman? It's not cool anymore, all right? Here we go. Hi, how you going? Are you enjoying the view? Oh, wow. I tell you what, that's okay. You can touch it. Oh, thank you. ആരെയും പിടിച്ചു നിർത്തുന്ന അയാളുടെ ഈ സംസാരിക്കാനുള്ള കഴിവ് തന്നെയാണ് ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയത്. മാജിക്കിനേക്കാളും അപ്പുറം അയാളുടെ സംസാരം കേട്ടു നിൽക്കാനായിരുന്നു കൂടുതൽ രസം. The bridge is out. No, okay, here we go. Check it out. I'm going to attempt to balance these 3 chairs on my face. If I do that, I'd like everyone here to give me a small round of applause. I'm a good performer. Let's see if you're a good audience. After this, we finish the show with real danger. So here we go. Oh my God. I'm not going to lie to you guys. I actually thought you were a bad audience. അതിനടുത്ത് തന്നെയായിരുന്നു വിക്ടോറിയ സ്ട്രീറ്റ് ഉണ്ടായിരുന്നത്. പോകും വഴി സ്കോട്ടിഷ് വിസ്കി ഐസ്ക്രീം കണ്ടു. അതിവിടുത്തെ വളരെ ഫേമസ് ഐസ്ക്രീം ആയതിനാൽ അതും വാങ്ങി കഴിച്ചു. എയ്ഡൻബറോയുടെ ഏറ്റവും മനോഹരമായ സ്ട്രീറ്റാണിത്. ചെറിയ വളവോടെ ഇറങ്ങി വരുന്ന രീതിയിലുള്ള സ്ട്രീറ്റ്, വിക്ടോറിയ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിലെ കെട്ടിടങ്ങളുടെ നിറങ്ങളും വിനോദസഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കും. ഇത്രയും മനോഹരമായിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നാണ് അത്ര ഹാരി പോട്ടറിലെ കുറച്ച് ഭാഗങ്ങൾ എഴുതിയത്. അതുമാത്രമല്ല, KJ റോളിംഗ് എയ്ഡൻബറോയിൽ താമസിക്കുമ്പോൾ ഈ സ്ട്രീറ്റിൽ നിന്ന് ഡയഗൺ അലി എന്ന പ്രശസ്തമായ തെരുവിന് പ്രചോദനം ലഭിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. എന്തുതന്നെയായാലും ഈ കാണുന്ന ക്യൂ ഹാരി പോട്ടറിൻ്റെ ഫിലിം ബേസ് ചെയ്തിട്ടുള്ള എല്ലാം കിട്ടുന്ന ഷോപ്പിലേക്ക് കയറാനായിട്ടാണ്. അങ്ങനെ ഗ്രാസ് മാർക്കറ്റും വിക്ടോറിയ സ്ട്രീറ്റും എല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് മെയിൻ ടൗണിലേക്കാണ്. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായാണോ എന്നറിയില്ല, നല്ല തിരക്കായിരുന്നു എവിടെയും. എല്ലായിടത്തും തന്നെ കലാകാരന്മാർ അവരവരുടെ കഴിവുകൾ കാണിക്കുന്നു. എല്ലാത്തിനും ചുറ്റും ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു. ഇത് കാണാനായിട്ട് വന്ന ടൂറിസ്റ്റുകളായിരുന്നു കൂടുതലെന്ന് തോന്നുന്നു. ഇയാൾ വെറും ഒരു ലാഡറിൽ കയറുന്നതാണ് ഈ പ്രകടനമൊക്കെ കാണിക്കുന്നത്. ഇയാൾ നിൽക്കുന്ന ഇവിടെയാണ് ഫേമസ് സെൻറ്റ് ഗിലേസ് കത്തീഡ്രൽ ഉള്ളത്. 1124 കിങ് ഡേവിഡ് സ്ഥാപിച്ച ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു കത്തീഡ്രൽ. ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു മന്ത്രവാദ കോട്ടയായിരുന്നു. അവിടെ മന്ത്രവാദം നടത്തിയത് ജോൺ നോക്സ് എന്നൊരാളും. നിരവധി പേരുകൾ അത് കത്തീഡ്രൽ എന്ന് വിളിച്ചാലും യഥാർത്ഥത്തിൽ ഇതൊരു ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് പാരിഷ് ചർച്ച് മാത്രമാണ്. സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസും കുറേ അധികം വലിയ ലൈറ്റുകളും ചർച്ചിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനുള്ളിലെ കൊത്തുപണികളാണ്. ഇതിനുള്ളിൽ ചെറിയൊരു ചാപ്പലുണ്ട്. എത്ര മനോഹരമായിട്ടാണെന്നോ അവരത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നോക്കി നിന്നു പോവും.
ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് ഇങ്ങനെ കുറേ ന്യൂലി മാരീഡ് കപ്പിൾസിനെയായിരുന്നു. ഇതിനു മുമ്പിലായി കുറേ ഫോട്ടോഷൂട്ടും മറ്റും എടുക്കാനായിട്ട്. ഇതൊരു നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ആയതിനാൽ തന്നെ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ അടുത്തയാൾ റെഡിയായി നിൽപ്പുണ്ടായിരിക്കും. മുമ്പ് ലാണ്ടറുമായി നിന്നയാൾ പോയതിൻ്റെ പുറകെ അപ്പം തന്നെ അടുത്തയാൾ അവിടെ വന്നു. അങ്ങനെ അവരുടെ കുറേ ഷോയൊക്കെ കണ്ട ശേഷം ഞങ്ങൾ കുറച്ച് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഒരുപാട് ആളുകളും അവരുടെ ഇടയിൽ എല്ലായിടത്തും ഏതെങ്കിലും കലാകാരന്മാരും കാണുമായിരുന്നു. പോയ വഴിയിലാണ് ഞങ്ങൾ ഈ മേരി ക്യൂറീനെ കണ്ടത്. ചലിക്കുന്നില്ലെങ്കിൽ ശരിക്കും അതൊരു സ്റ്റാച്ചു ആണെന്നേ ഓർക്കൂ. അതുമാത്രമല്ല, ചൈനയിലെ കുറച്ച് കലാരൂപങ്ങളും വഴി നീളെ കാഴ്ചകളായിരുന്നു. A little bit danger. You are safe. Alright. So next, I use brew. It's very beautiful brew. Oh wow, I like it. Santa is white. And look, wow. Yeah, beautiful, right? Perfect. Here we go. Yes. And the white. Just window check and my warm up is completed. Oh. Don't grab. Just my warm up and the check window. Yes. Want to see the show a bit? Everyone say yeah! Everyone say oh yeah! Say blah! Alright, we're building up to a big grand finale. I need a security guard. Would you... ശേഷം കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ നല്ലപോലെ ഫുഡൊക്കെ അഴിച്ച് നേരെ പോയത് കാൾട്ടൺ ഹില്ലിലേക്കാണ്. ഈ കുന്നിൻ മുകളിലുള്ള കാൾട്ടൺ ഹില്ലിൽ നിന്ന് കഴിഞ്ഞാൽ എഡിൻബറോ സിറ്റി ഫുള്ള് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഒരുപാട് മൊണ്യൂമെൻറ്റുകൾ കാണാം. സ്കോട്ട്ലൻഡിലെ നെപ്പോളിയൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ സ്മരിക്കാൻ നിർമ്മിച്ച പ്രതിമയും ഗ്രീസിലെ അക്രോപോളിസിൻ പോലത്തെ തോന്നിപ്പിക്കുന്ന സ്മാരകവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലേറെ ബ്യൂട്ടിഫുൾ ആയി തോന്നിയത് ഇവിടെ നിന്നുള്ള എഡിൻബറോ സിറ്റി വ്യൂ ആണ്. 365 ഡിഗ്രിയിലും ആ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുമായിരുന്നു. ഒരു സൈഡിൽ സിറ്റി ആണെങ്കിൽ മറ്റേ സൈഡിൽ ആർത്തൂർ സീറ്റ് ആണ്. അതൊരു ഹൈക്കിംഗ് സ്പോട്ടാണ്. അവിടെ ഹൈക്ക് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലെ സീയും എഡിൻബറോ സിറ്റിയും ഒരുമിച്ച് കാണാനായിട്ട് കഴിയും. ഇനി അങ്ങോട്ട് എത്താനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ലഭ്യമാണ്. ബട്ട് ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അതിനപ്പുറം ഞങ്ങൾ നടന്നു മടുത്തിരുന്നു. ബട്ട് ഇതേ വ്യൂവും നമുക്ക് എഡിൻബറോ കാസിലിൽ നിന്ന് നോക്കിയാലും കിട്ടും. പക്ഷെ ഞങ്ങളവിടെ കയറിയില്ലല്ലോ. സോ ഇവിടെ കയറി ആ വ്യൂ അങ്ങ് കണ്ടു. ആരോ പറഞ്ഞതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ഇംഗ്ലണ്ടിൻ്റെയും അയർലൻഡിൻ്റെയും സൗന്ദര്യമല്ല ഈ സ്കോട്ട്ലൻഡിനുള്ളതെന്ന്. ഒരുതരം മിസ്റ്റിക് ബ്യൂട്ടി. വെറുതെ അല്ല JK റോളിംഗ് ഇവിടെ ഇരുന്ന് ഹാരി പോട്ടർ എഴുതിയതെന്ന്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.